അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3 സ്കെയില് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ടെമ്പറേച്ചർ ആണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നോർമലി ചോദിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് കാണാൻ പറ്റും. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ജലം ഐസായി മാറുന്ന ഒരു താപനില, അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ടർ മെൽറ്റിംഗ് ടു ഐസ് മെൽറ്റിംഗ് ടു ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 273 കെൽവിൻ. ഓക്കെ, നോർമലായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ജലം ഐസായി മാറുന്ന താപനില ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. അത് 0 ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആണ്, 32 ഡിഗ്രി ഫാരൻഹീറ്റിന് ഈക്വൽ ആണ്. ഇനി ജലം തിളച്ച് നീരാവിയായിട്ട് മാറുന്ന ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയും അല്ലെ. ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 373 കെൽവിൻ ഈക്വൽ ആണ്. അതേപോലെ തന്നെ 212 ഡിഗ്രി ഫാരൻഹീറ്റിന് ഈക്വൽ ആണ്. ഇനി നമ്മൾ പറയുന്ന ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ, സൈദ്ധാന്തികമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത് അത് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയും. ഈ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് 0 കെൽവിൻ ആണ്. 0 കെൽവിൻ എന്ന് വെച്ചാൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -459 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറും കൂടെ എടുത്ത് വെക്കുക. ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. നോർമലി പണ്ടൊക്കെ ഇത് കൺവേർട്ട് ചെയ്യാൻ ഒരു ഇക്വേഷൻ വെച്ച് കൺവേർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല, അത് ഇപ്പൊ നമ്മുടെ സിലബസിലില്ല. ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. അബ്സല്യൂട്ട് സീറോ എന്ന് വെച്ചാൽ ഇതാ -273 ഡിഗ്രി സെൽഷ്യസ്, -273 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഫെമിൻചോസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, പറയുന്ന കാര്യങ്ങളിൽ ഓക്കെ അല്ലേ? ആരാധ്യ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? സൗണ്ട് കുറച്ച് ലോ ആണ്. ആരാധ്യ സൗണ്ട്, ഫെമിൻചോസ് സൗണ്ട് കുറവാണോ? നോ സർ, ക്ലിയർ ആണ്. ഓക്കെ, എന്നാ ആരാധ്യന്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. ഓക്കെ, ദേവപ്രിയ സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റികമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ മാഗ്നറ്റൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. 2-3 ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, കാന്തിക ബലരേഖകൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 മാഗ്നറ്റുകൾ അടുത്ത് വെക്കുമ്പോൾ അതിന്റെ കാന്തിക ബലരേഖകൾ ഇല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയും. ദ ഡയഗ്രം ഗിവൺ below shows the magnetic flux lines between the 2 magnetic poles. Which one of the following represent the poles correctly? അതായത് 2 കാന്തിക ധ്രുവങ്ങൾക്കിടയിലുള്ള കാന്തിക ബലരേഖകളാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. കാന്തിക ധ്രുവങ്ങളെ ശരിയായി സൂചിപ്പിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് അല്ലെ. നോർമലി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പറയാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാഗ്നറ്റിന് ചുറ്റും, ഒരു കാന്തം എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും അതിന്റെ ആകർഷണ ബലം അനുഭവപ്പെടുന്ന ഒരു മേഖല ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ദ റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റ് വെർ ദ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്, കാന്തിക ബലരേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, കാന്തിക ബലരേഖകളുടെ കുറച്ച് പ്രത്യേകത ഉണ്ട്. എന്തൊക്കെയാ? അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ്. ഒരു കാന്തത്തിന് പുറത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലായ്പ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ എത്തിച്ചേരും? സൗത്ത് പോളിൽ എത്തിച്ചേരും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം ദി നോർത്ത് പോൾ ആൻഡ് റീച്ചസ് ടു ദി സൗത്ത് പോൾ. കാന്തിക ബലരേഖകൾ എല്ലായ്പ്പോഴും ഉത്തര ധ്രുവത്തിൽ നിന്ന് ആരംഭിച്ച് ദക്ഷിണ ധ്രുവത്തിലേക്ക് അവസാനിക്കുന്നു.
പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. കാന്തിക ബലരേഖകൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. ഇത് 2025 തൊട്ട് കഴിഞ്ഞ വർഷം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട്സ് ഫ്രം ദി നോർത്ത് പോൾ ഈസ് ഓൾവേസ് ഈക്വൽ ടു നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് റീച്ചസ് ടു ദി സൗത്ത് പോൾ. കാന്തത്തിന്റെ ഉത്തര ധ്രുവത്തിൽ നിന്ന് ആരംഭിക്കുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണവും ദക്ഷിണ ധ്രുവത്തിൽ എത്തിച്ചേരുന്ന ബലരേഖകളുടെ എണ്ണവും ഈക്വൽ ആയിരിക്കും. ആ മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമ്മൾ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, നമ്മളിപ്പോ ഒരു കാന്തത്തിന്റെ നിങ്ങൾക്ക് അറിയാം, ഒരു മാഗ്നറ്റിന്റെ സെയിം പോൾസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലെ? ഒരേ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? വികർഷിക്കപ്പെടും. സെയിം പോൾസ് റിപ്പൽ ചെയ്യും, ഡിഫറെന്റ് പോൾസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. അങ്ങനെ ഡിഫറെന്റ് പോൾസ് അട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെ, ഡിഫറെന്റ് പോൾസ് അടുത്ത് വരുമ്പോൾ അതിനൊരു പിക്ചറാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾക്ക് രണ്ടാമത്തെ പിക്ചറിൽ കാണാൻ പറ്റും, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്ന് തൊട്ടടുത്ത മാഗ്നറ്റിന്റെ സൗത്ത് പോളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. ഇനി സെയിം പോൾസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നിങ്ങൾ പഠിച്ചതാണ്, ലൈക്ക് പോൾസ് ഓഫ് എ മാഗ്നറ്റ് ഓൾവേസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് പോൾസ് ഓൾവേസ് അട്രാക്ട് ഈച്ച് അതർ. അല്ലെ, സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കപ്പെടുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കപ്പെടുക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ക്ലിയർ? ഇങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി പോകുന്നു. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഫസ്റ്റ് 1, 2 എന്ന് മാർക്ക് ചെയ്ത് കാണാൻ പറ്റും. നമുക്കറിയാം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 എന്നാണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എത്തിച്ചേരുന്ന 1-ലാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോൾ എന്ന് പറയുന്നത് നോർത്ത് പോൾ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന നോർത്ത് പോൾ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോൾ നോർത്ത് ആണ്, എത്തിച്ചേരുന്ന പോൾ ഏതാണ്? സൗത്ത് ആണ്. അപ്പോൾ അതേപോലെ ചിന്തിക്കുകയാണെങ്കിൽ ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്. അപ്പൊ 2 എന്ന് പറയുന്നത് നോർത്ത്, 2 എന്ന് പറയുന്നത് നോർത്ത് ആണ്, ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഇതാണ്, സൗത്ത് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ശരിയാണ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ സയൻസിൽ, പ്രത്യേകിച്ച് സയൻസിൽ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്, വളരെ വളരെ കുറവാണ്. പക്ഷെ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യില്ല, പക്ഷെ ആ ടോപ്പിക് വരും, ലോജിക്ക് സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ വ്യത്യസ്ത രീതിയിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട്, അപ്പോ ആൻസർ ബൈ ഹാർട്ട് പഠിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് കണ്ടന്റ് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, സയൻസിൽ പ്രത്യേകിച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്, ഹോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് കവർ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ which of the following particle does not exist inside a nucleus? താഴെ തന്നിരിക്കുന്ന ഇത് കണികയാണ് കാണപ്പെടാത്തത്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഒരു ആറ്റത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോ ഒരു ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന്, സെൻട്രൽ പാർട്ടിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. സെൻട്രൽ പാർട്ടിലുള്ള കണങ്ങളാണ് പ്രോട്ടോണും അതേപോലെ തന്നെ ന്യൂട്രോണും. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ്ലെസ് പാർട്ടിക്കിൾ ആണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. സോ ആറ്റം എന്ന് പറയുന്നത്, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് അതിനു ചുറ്റും പ്രത്യേക പാത്തിൽ, ഷെല്ലുകളിൽ ആര് സഞ്ചരിക്കുന്നത്? ഇലക്ട്രോൺ. അപ്പോൾ ചാർജുകൾ ഓർത്ത് വെക്കുക. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിന് എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ നമ്മളെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ചോദ്യം ഇതാണ്, താഴെ തന്നിരിക്കുന്ന ഏത് കണികയും ന്യൂക്ലിയസിൽ കാണപ്പെടാത്തത്? ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോണും ന്യൂട്രോണും. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആയിരിക്കും. ആൻസർ ഇലക്ട്രോൺ. ഓക്കെ, ഇപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നിലവിൽ ഗ്രാഫ് വരക്കേണ്ട ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ ഇല്ല. നെക്സ്റ്റ് നമുക്ക് സ്ഥിരമായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പൊ സ്പേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇവിടെയുള്ള ക്വസ്റ്റ്യൻ, ദ ടെലസ്കോപ്പ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്പേസ് ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ടെലസ്കോപ്പ് ഏതാണ് എന്നാണ്. എനിക്ക് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാം. ബഹിരാകാശത്ത് സ്പേസിൽ സ്ഥിതി ചെയ്യുന്ന ടെലസ്കോപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
ഓക്കെ, ഓപ്ഷൻ വെരി ഗുഡ്. കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ 3 ആണ് ഹബിൾസ് ടെലസ്കോപ്പ് എന്ന് പറയും. ഹബിൾസ് ടെലസ്കോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മംഗൾയാൻ ഈസ് ഇന്ത്യസ് പ്രസ്റ്റീജിയസ്. മംഗൾയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മാർസ് ഓർബിറ്റൽ മിഷനാണ്. മാർസ് ഓർബിറ്റൽ ഇത് 2024 വേറെ ചോദ്യം ഉണ്ടായിരുന്നു. മാർസ് ഓർബിറ്റൽ മിഷൻ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു, അത് മംഗൾയാൻ എന്നാണ്. ഓക്കെ, മാർസ് ഓർബിറ്റൽ മിഷൻ മംഗൾയാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫൈബർ വിച്ച് ഈസ് പോപ്പുലർലി നോൺ ആസ് ആർട്ടിഫിഷ്യൽ സിൽക്ക്. കൃത്രിമ സിൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് കെമിസ്ട്രിയിലേക്കാണ് നമ്മൾ വരുന്നത്. ദ ഫൈബർ വിച്ച് ഈസ് പോപ്പുലർലി നോൺ ആസ് ആർട്ടിഫിഷ്യൽ സിൽക്ക് റയോൺ ആണ്. റയോൺ അതായത് നമ്മുടെ കുറച്ച് പോളിമർ കെമിസ്ട്രി, നമ്മുടെ കെമിസ്ട്രിയിൽ വരുന്ന ലാസ്റ്റ് ചാപ്റ്റർ അതിലെ കുറച്ച് പോളിമേഴ്സ് കെമിസ്ട്രിനെ കുറിച്ച്, പോളിമേഴ്സിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. ഓക്കെ, അത് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കണേ. പോളിമേഴ്സ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, ഫൈബേഴ്സ്, പ്ലാസ്റ്റിക്, റബ്ബർ. അതിന്റെ പ്രോപ്പർട്ടീസ് കുറച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോ ദ ഫൈബർ നോൺ ആസ് ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നറിയപ്പെടുന്നത് റയോൺ ആണ്. റയോൺ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഫൈബർ ആണ്. സിന്തറ്റിക് മീൻസ് മാൻമെയ്ഡ് ഫൈബർ ആണ് റയോൺ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് ഫൈബർ എന്ന് വെച്ചാൽ ഏതായിരിക്കും? ആദ്യമായിട്ട് കൃത്രിമമായി നിർമ്മിച്ച ഫൈബർ. ഡു യു നോ? ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച ഫൈബർ ഏതായിരിക്കും? ഫസ്റ്റ് ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ്, ഒന്ന് കമന്റ് ചെയ്യാമോ? ഫസ്റ്റ് ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് ഫൈബർ, ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച ഫൈബർ. Okay, first artificially prepared fiber എന്ന് വെച്ചാൽ നൈലോൺ ആണ്. കറക്റ്റ് ആൻസർ നൈലോൺ ആയിരിക്കും. ഫസ്റ്റ് ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് ഫൈബർ നൈലോൺ ആണ്. ഓക്കെ, ഇപ്പോ പോളിമേഴ്സ് ഓർത്ത് വെക്കുക. അപ്പോൾ പോളിമേഴ്സ് എന്ന് വെച്ചാൽ പോളിമേഴ്സ് ആർ മാക്രോ മോളിക്യൂൾസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്. അതായത് കുറെ ചെറിയ സിമ്പിൾ മോളിക്യൂൾസ് കൂടി ചേർന്നാണ് പോളിമേഴ്സ് ഉണ്ടാക്കുന്നത്. പോളിമേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 തരത്തിലുണ്ട്. ഫൈബേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്സ് ഉണ്ട്, റബ്ബർ ഉണ്ട്. പ്ലാസ്റ്റിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്, തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും. അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. തെർമോ പ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന വേളയിൽ നമുക്ക് സോളിഡ് ആയിരിക്കും, അതിനെ നമുക്ക് ഹീറ്റ് ചെയ്ത് വീണ്ടും എന്താക്കാൻ പറ്റും? അതിന്റെ ഷേപ്പ് മാറ്റാൻ പറ്റും, സോഫ്റ്റ് ആക്കാൻ പറ്റും. ദ പ്ലാസ്റ്റിക് ദാറ്റ് ഗെറ്റ് സോഫ്റ്റൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹാർഡൻഡ് ഓൺ കൂളിംഗ്. ഇത് നമുക്ക് എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അത്തരം പ്ലാസ്റ്റിക്കുകളെയാണ് നമ്മൾ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയും. അതായത് ചൂടാക്കുമ്പോൾ ഹാർഡായിട്ടുണ്ടാവും. നമ്മുടെ PVC പൈപ്പൊക്കെ അല്ലേ, അത് നമുക്ക് എത്ര പ്രാവശ്യമാണെങ്കിലും ചൂടാക്കിയിട്ട് അതിന്റെ ഷേപ്പ് മാറ്റിയെടുക്കാൻ പറ്റും. ഇത്തരം പ്ലാസ്റ്റിക്കുകളെ നമ്മൾ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് പോളിത്തീൻ, PVC. ഇതൊക്കെ തെർമോ പ്ലാസ്റ്റിക്കുകളാണ്. ഇനി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർമ്മാണ വേളയിൽ എങ്ങനെയാണോ അത് തന്നെയായിരിക്കും. അത് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ രൂപമാറ്റം വരുത്താൻ സാധിക്കില്ല. അതൊരു കെമിക്കൽ ചേഞ്ച് ആയിട്ടാണ് ഉണ്ടാവുക. ദ പ്ലാസ്റ്റിക് ഇൻ വിച്ച് റിമെയിൻസ് സോഫ്റ്റ് വെൻ ഹീറ്റഡ് ഡ്യൂറിങ് ഇറ്റ്സ് മാനുഫാക്ചർ ആൻഡ് ഗെറ്റ്സ് ഹാർഡഡ് പെർമനന്റ്ലി ഓൺ കൂളിംഗ് ഇസ് കോൾഡ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. ഈ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ് ബാക്കലൈറ്റ്, മെലാമിൻ, ഫോർമാൽഡിഹൈഡ്. ഇതൊക്കെ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ബാക്കലൈറ്റ് ആണ്. ബാക്കലൈറ്റ് ഒക്കെ പല ചോദ്യങ്ങളിൽ വന്നതാണ്. അതൊരു തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രൊമാറ്റോഗ്രാഫി ഇപ്പം നിലവിലില്ല. അടുത്ത നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ സാധാരണ ഉപയോഗിക്കുന്ന സെല്ലുകൾ നമുക്ക് വരാറുണ്ട്. 7th 8th ഒക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട്. സെല്ലുകൾ 2 തരത്തിലുണ്ട്, റീചാർജബിൾ സെല്ലും നോൺ റീചാർജബിൾ സെല്ലും. നമ്മൾ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും എന്നൊക്കെ പറയും. അതിൽ റീചാർജ് ചെയ്യാൻ കഴിയുന്ന സെല്ലുകളെയാണ് റീചാർജബിൾ സെൽ എന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് റീചാർജബിൾ സെല്ലാണ്. ഇപ്പോൾ ലിഥിയം അയൺ സെല്ലാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിക്കൽ കാഡ്മിയം സെല്ലും റീചാർജബിൾ സെല്ലാണ്. ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 5 മോളിക്യൂൾസ് ഓഫ് കെൻ ഷുഗർ. കരിമ്പിൻ പഞ്ചസാരയുടെ 5 തന്മാത്രയിലുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം. നിങ്ങൾക്കറിയാം, നമ്മൾ കെൻ ഷുഗറിന്റെ മോളിക്യുലർ ഫോർമുല പഠിച്ചു വെക്കണം.
നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറെ പദാർത്ഥങ്ങളുടെ കെമിക്കൽ നെയിം പഠിച്ചു വെക്കണം. മോളിക്കുലർ ഫോർമുല നമ്മൾ പഠിച്ചു വെക്കണം. ടെക്സ്റ്റ് ബുക്കിന് പുറത്ത് ഉള്ള പദാർത്ഥങ്ങളുടെ മോളിക്കുലർ ഫോർമുല അങ്ങനെ ചോദിക്കാറില്ല. ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? കെയിൻ ഷുഗറിന്റെ മോളിക്കുലർ ഫോർമുല. ഓക്കെ, C12H22O11. വെരി ഗുഡ്. കെമിക്കൽ കെയിൻ ഷുഗറിന്റെ മോളിക്കുലർ ഫോർമുല C12H22O11 ആണ്. അങ്ങനെ ആവുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന 5 നമ്പർ ഓഫ് മോളിക്യൂൾസ് 5C12H22O11 എന്ന് വരും. അപ്പോൾ 5 ഇൻറ്റു അതിന്റെ ആൻസർ വരിക 5C12H22O11 വരും. അപ്പോൾ 5 ഇൻറ്റു 12 60 പ്ലസ് 5 ഇൻറ്റു 22 110. 5 ഇൻറ്റു 22 എന്ന് വെച്ചാൽ 110 പ്ലസ് 5 ഇൻറ്റു 11 55 എന്ന് വരും. അപ്പൊ ടോട്ടൽ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 225 എന്നാണ് അതിന്റെ ആൻസർ വരിക. ആൻസർ 225. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് ആസ് ദ സിംബൽ ഗിവൺ ഫ്രം ദി ലാറ്റിൻ നെയിം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് ലാറ്റിൻ നാമത്തിൽ നിന്ന് വന്നിരിക്കുന്നത്? നിങ്ങൾ കുറെ എലമെന്റ്സ് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. എലമെന്റ്സ് വന്ന ലാറ്റിൻ നാമത്തിൽ നിന്ന് ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ലാറ്റിൻ നാമത്തിൽ നിന്ന് വന്നത്, ലാറ്റിൻ നാമത്തിൽ നിന്ന് പേര് വന്നത്. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കമന്റ് ചെയ്താൽ മതി. ഓപ്ഷൻ 2 ആണ്. സോറി ഓപ്ഷൻ 3 ആണ്. പൊട്ടാസ്യം. ലാറ്റിൻ നാമം. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ സിംബല് K ആണ്. നിങ്ങൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസിഡ് പ്രസന്റ് ഇൻ ആപ്പിൾ. ഇതൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ആണ്. സിമ്പിൾ ആയിട്ട് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ അടങ്ങിയിരിക്കുന്ന കുറെ വീര്യം കുറഞ്ഞ ആസിഡുകളുണ്ട്. അത്തരം ആസിഡുകൾ നമ്മൾ വിളിക്കുക ഓർഗാനിക് ആസിഡ് എന്നാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത് വിനെഗറിലുള്ളതാണ്. ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് ബട്ടർ മിൽക്കിലെ മോരിലുള്ളതാണ്. സിട്രിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന വസ്തു അറിയാൻ പറ്റും. അതേപോലെ തന്നെ ടാമറിൻഡ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ടാറ്റാറിക് ആസിഡ് ആണ്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് ആസിഡുകളാണ്. ഞാനൊന്ന് റീകോൾ ചെയ്യാം കുറച്ച് ആസിഡുകളെ. നോർമലി നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ആസിഡുകൾ. വിനെഗറിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡ് ആണ്. നാരങ്ങ ലെമണിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് ആണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ് ആണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന അസ്കോർബിക് ആസിഡ് ആണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ടാമറിൻഡിൽ അടങ്ങിയിരിക്കുന്ന ടാറ്റാറിക് ആസിഡ് ആണ്. ടൊമാറ്റോ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സാലിക് ആസിഡ് ആണ്. ഉറുമ്പ് ആൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫോമിക് ആസിഡ് ആണ്. മുട്ടിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് ആണ്. പിന്നെ ഇതിന്റെ ഒരു കെമിക്കൽ നെയിമും കൂടെ ഓർത്ത് വെക്കുക. മിനറൽ ആസിഡ് മീൻസ് സ്ട്രോങ് ആസിഡ്സ് ആണ്. സ്ട്രോങ് ആസിഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ആൻഡ് ഫാക്ടറീസ്. നമ്മൾ ഫാക്ടറികളിൽ ലബോറട്ടറികളിലൊക്കെ യൂസ് ചെയ്യുന്ന ആസിഡ് ആണ് മിനറൽ ആസിഡ് എന്ന് പറയുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ്. സൾഫ്യൂരിക് ആസിഡ് H2SO4, നൈട്രിക് ആസിഡ് HNO3 എന്ന് പറയും. ഓക്കെ, നോർമലി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും ആസിഡ് ആൻഡ് ബേസസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ബിക്കോസ് നിങ്ങളത് 7th പഠിക്കുന്നുണ്ട്, 8th പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആസിഡ് ആൻഡ് ബേസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ആസിഡ് ആൻഡ് ബേസസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലിക്വിഡ് നോൺ മെറ്റൽ അറ്റ് റൂം ടെമ്പറേച്ചർ. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ഏതാണ്? അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ഏതാണ്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? അന്തരീക്ഷ ഊഷ്മാവിൽ അലോഹം. ഓക്കെ, വെരി ഗുഡ്. ബ്രോമിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3, ബ്രോമിൻ. ദ ലിക്വിഡ് നോൺ മെറ്റൽ അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് ബ്രോമിൻ. ഇനി മെറ്റൽ ആണെങ്കിൽ ദ മെറ്റൽ പ്രസന്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ആണ് ചോദിച്ചെങ്കിൽ അതേതായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ തെർമോമീറ്റർ ഒക്കെ യൂസ് ചെയ്യുന്ന മെർക്കുറി ആയിരിക്കും. ഇത് നോൺ മെറ്റൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അല്ലെ? അലോഹം എന്ന് പറഞ്ഞുകൊണ്ട് അതേതാണ് ബ്രോമിൻ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, ദ പ്ലാസ്റ്റിക് യൂസ് ടു മേക്ക് നോൺ സ്റ്റിക് കുക്ക്വെയർ. ഒട്ടിപ്പിടിക്കാത്ത പാചകപാത്രങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്
പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ വരുന്ന ഒരു കവറിങ് ഉണ്ട് അല്ലെ, ഒരു കോട്ടിങ് ഉണ്ട്. അത് ഒട്ടിപ്പിടിക്കാത്ത, അതായത് നമ്മൾ നോൺ സ്റ്റിക് കുക്ക് വെയറിന്റെ മുകളിലൊക്കെ വരുന്ന കോട്ടിങ് ഏതാണ്? ടെഫ്ലോൺ എന്ന് പറയും. ടെഫ്ലോൺ. ബാക്കലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പാത്രങ്ങളിലൊക്കെ ഒരു കൈപ്പിടി ഉണ്ടാവില്ലേ, അതൊരു എന്താണ്, കുചാലകാണ്, ഇൻസുലേറ്റർ ആണ്, താപം കടത്തിവിടാത്ത വസ്തുവാണ്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ്, ഒരു പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 55, ക്വസ്റ്റ്യൻ 55 നോക്കാം. ദ മെറ്റൽ നോട്ട് പ്രസന്റ് ഇൻ ദ അലോയ് ഓഫ് അൾനിക്കോ. അൾനിക്കോ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ലോഹസങ്കരം അല്ലെ. അൾനിക്കോ എന്ന് പറയുന്നത് ഒരു ലോഹസങ്കരമാണ്. ലോഹസങ്കരം എന്ന് വെച്ച് കഴിഞ്ഞാല് അലോയി മീൻസ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിലധികം മെറ്റലുകൾ കൂട്ടിച്ചേർക്കും. അതിനെയാണ് നമ്മൾ ലോഹസങ്കരം ഇല്ലെങ്കിൽ അലോയി എന്ന് നമ്മൾ വിളിക്കുന്നത്. നോർമലി അലോയ്, അൾനിക്കോ എന്ന് പറയുന്ന അലോയ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനാണ്, സ്ഥിര കാന്തങ്ങൾ നിർമ്മിക്കാനാണ് അൾനിക്കോ യൂസ് ചെയ്യുന്നത്. അപ്പൊ അൾനിക്കോയിലുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വരെ ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക അയേൺ ആയിരിക്കും. അയേണിന്റെ കൂടെ അലൂമിനിയം, പിന്നെ നിക്കല്, കൊബാൾട്ട്. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇതങ്ങനെ വരിക. അപ്പൊ അതിലില്ലാത്തത് ഒക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഫസ്റ്റ് വൺ ആണ്, കോപ്പർ ആണ് അതിന്റെ ആൻസർ, കോപ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ എക്ഷൽ റിയാക്ട്സ് വിത്ത് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. മുട്ടത്തോട് നൽപ്പിച്ച സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകം. അതായത് നമ്മുടെ ആസിഡ് ആൻഡ് ബേസിസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആസിഡുകളുടെ രണ്ട് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒന്ന്, ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ. സെക്കൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആസിഡ് റിയാക്ട്സ് വിത്ത് കാർബണേറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസ് കാർബൺ ഡയോക്സൈഡ്. നിങ്ങൾക്കറിയാം, കാർബണേറ്റുകൾ, കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്ന വസ്തുക്കളാണ് നമ്മുടെ എക്ഷല്, മാർബിള്, അതേപോലെയുള്ള ചോക്ക് ഇതിലൊക്കെ കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കാർബണേറ്റുമായിട്ട് ആസിഡ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, വെരി ഗുഡ്. കാർബൺ ഡയോക്സൈഡിന് ഒരു പ്രത്യേകതയുണ്ട്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റിങ്ക്യൂഷബിൾ ഗ്യാസ്. തീ അണക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. കാർബൺ ഡയോക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എന്താണ്, അന്തരീക്ഷ വായുവിനേക്കാളും ഭാരം കൂടിയ ഒരു വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് നമ്മളൊരു ബലൂണിലൊക്കെ നിറച്ചു കഴിഞ്ഞാൽ അത് പൊങ്ങിപ്പോവില്ല, നേരെ മറിച്ച് താഴെ നിൽക്കും. നമ്മൾ ഹൈഡ്രജൻ ബലൂണിൽ നിറച്ചു കഴിഞ്ഞാൽ അത് പൊങ്ങിപ്പോകാനുള്ള കാരണം അന്തരീക്ഷ വായുവിനേക്കാൾ അതിന് ഭാരം കുറവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ, ആസിഡ് റിയാക്ട് വിത്ത് കാർബണൈസ് ആൻഡ് പ്രൊഡ്യൂസ് കാർബൺ ഡയോക്സൈഡ്. അവിടെ ഉണ്ടാവുന്ന ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡും രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളിൽ, വ്യത്യസ്ത പോൾസിൽ സ്ഥിതി ചെയ്യുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള രണ്ട് വാതകങ്ങളാണ്. ഒന്ന് കത്തുന്ന വാതകമാണ്. രണ്ടാമത് തീ അണക്കുന്ന എക്സ്റ്റിങ്ക്യൂഷബിൾ ആയിട്ടുള്ള വാതകമാണ്. ഓർത്തു വെക്കുക. ഒന്നിന് ഭാരം കുറവാണെങ്കിൽ, ഹൈഡ്രജന് ഭാരം കുറവാണെങ്കിൽ കാർബൺ ഡയോക്സൈഡിന് ഭാരം കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഡിയം ഈസ് യൂഷ്വലി കെപ്റ്റ് ഇൻ കെറോസിൻ. റീസൺ എന്ന് പറയുന്നത്, സോഡിയം സാധാരണയായിട്ട് മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്, വായുവിൽ വെക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ 4 ആണ്, അവോയ്ഡ് റിയാക്ഷൻ വിത്ത് എയർ ആൻഡ് മോയിസ്ചർ. വായു, ഈർപ്പം എന്നിവയായിട്ടുള്ള രാസപ്രവർത്തനം ഒഴിവാക്കൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐസോടോപ്പ് ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനില്ല, ഒലിയം ഇല്ല. നെക്സ്റ്റ്, ദ പിഗ്മെന്റ് ദാറ്റ് ഗിവ്സ് റെഡ് കളർ ടു ഹ്യൂമൻ ബ്ലഡ്. മനുഷ്യരക്തത്തിന് ചുവപ്പ് നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. എല്ലാവർക്കും അറിയാലോ, മനുഷ്യരക്തത്തിന് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മെറ്റലാണ് ഏതെന്ന് പറയുന്നത്, ലോഹമാണ് അയൺ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് അയൺ. നിങ്ങൾക്കറിയാം. ഇനി പ്ലാന്റ്സിന് ഗ്രീൻ കളർ നൽകുന്ന പിഗ്മെന്റ്, സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ, അല്ലെ ഹരിതകം എന്ന് പറയും. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. ഓർത്ത് വെക്കണേ, Mg എന്നാണ് മഗ്നീഷ്യത്തിന്റെ സിമ്പല്. നെക്സ്റ്റ്, ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ മിൽക്ക് ഈസ് ഐഡന്റിഫൈഡ് ത്രൂ. പാലിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് കണ്ടെത്താൻ സഹായിക്കുന്നത് ആരാണ്? വെരി ഗുഡ്. ഓപ്ഷൻ 3 ലാക്ടോമീറ്റർ.
ലാക്ടോമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ബയോളജി സെഷൻ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ്. സോ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുന്നു. ഓക്കെ, ഫെർമിൻ ജോസ്. യെസ് സർ. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്യുമൊക്കെ മനസ്സിലാവുന്നുണ്ട് സർ. ഓ, സൗണ്ടും ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ, പെട്ടെന്ന് പോകുന്നോണ്ട് കുഴപ്പമില്ലല്ലോ? സ്പീഡ് നോ. അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അല്ലേ? നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് ഇല്ല, പരമാവധി ഏരിയാസ് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. ഓക്കെ, നമ്മൾ ഒരു വർഷത്തെ കുറെ ചോദ്യങ്ങളും കുറെ ഏരിയയും ഫിസിക്സും കെമിസ്ട്രിയും വരുന്ന കുറെ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് 2024 കാണാൻ പറ്റും. 1 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഡാഷ് ആണ്. അതായത് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലമാണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ, സൺ ആൻഡ് എർത്ത്. ഈ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് AU എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 15 crore കിലോമീറ്റർ. 15 കോടി കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെങ്ത് മെഷർ ചെയ്യുന്ന പല യൂണിറ്റ് ഉണ്ട്. ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ലെങ്ത് മെഷർ ചെയ്യുന്ന യൂണിറ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. വെരി ഗുഡ്. ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. മീറ്ററിനേക്കാളും ചെറിയ കുറെ അളവുകൾ ഉണ്ട്. മീറ്ററിനേക്കാളും ചെറിയ അളവ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്. മില്ലിമീറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. മില്ലിമീറ്റർ എന്ന് പറയുന്നത് ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മീറ്റർ സ്കെയിൽ. ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്. ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മീറ്റർ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്ററിനേക്കാളും ചെറിയ അളവാണ് മൈക്രോമീറ്റർ. മൈക്രോമീറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁶ മീറ്റർ. മൈക്രോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പ്ലാസ്റ്റിക് കവറുകളുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. ദെൻ അതിനേക്കാളും ചെറിയ യൂണിറ്റ് ആണ് മൈക്രോമീറ്റർ കഴിഞ്ഞാൽ നാനോമീറ്റർ ഉണ്ട്. നാനോമീറ്റർ കഴിഞ്ഞാൽ ആങ്സ്ട്രം. 10⁻⁻10 മീറ്റർ ആങ്സ്ട്രം. ദെൻ ഫെർമി പ്രധാനമായിട്ട് വരുന്ന ഒരു യൂണിറ്റ് ആണ് ഫെർമി. പൈക്കോമീറ്റർ, ഫെർമി. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ ലെങ്ത്തിനേക്കാളും മീറ്ററിനേക്കാളും വലിയ യൂണിറ്റുകളാണ് കിലോമീറ്റർ വരുന്നത്. കിലോമീറ്റർ കഴിഞ്ഞാൽ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്, ഗ്രഹങ്ങളിലേക്കുള്ള പ്ലാനറ്റ്സിലേക്കുള്ള ദൂരം അളക്കാൻ വേണ്ടിയിട്ട് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് ഉപയോഗിക്കും. പിന്നെ സ്റ്റാറിലേക്കുള്ള ദൂരം അളക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇയർ, LY യൂസ് ചെയ്യും. പിന്നെ ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുന്നു. ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് ചോദിച്ചിട്ടുണ്ടല്ലേ, ഇന്റൻസിറ്റി ഓഫ് എർത്ത്. അപ്പൊ അതിന്റെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു ബാരോമീറ്റർ എന്ന് പറയുന്നത്, മർദ്ദം എന്ന് പറയുന്നത് അല്ലെ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. ബാരോമീറ്റർ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if a bar magnet is cut lengthwise into 3 parts, the total number of magnetic poles will be. ഒരു ബാർ മാഗ്നറ്റ് 3 ഭാഗങ്ങളായി നെടുകെ മുറിക്കുകയാണെങ്കിൽ ആകെ ഉണ്ടാവുന്ന കാന്തിക ധ്രുവങ്ങളുടെ എണ്ണം. നമ്മൾ മാഗ്നറ്റ് കട്ട് ചെയ്യുമ്പോൾ, ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മാഗ്നറ്റ് കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ്. അത് നമ്മള് ചെറിയ ക്ലാസ്സിൽ ഇപ്പോഴുള്ള 6th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. മാഗ്നറ്റ് കട്ട് ചെയ്യുമ്പോൾ അതിന് എത്ര പോൾസ് ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോ മാഗ്നറ്റ് നമ്മള് ഓക്കെ
ഓക്കെ, നമ്മളൊരു മാഗ്നറ്റ് ഇഫ് എ മാഗ്നറ്റ് ബ്രേക്സ്, ഒരു കാന്തം മുറിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇഫ് എ മാഗ്നറ്റ് ബ്രേക്സ്, ഒരു കാന്തം മുറിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പുതിയ പോൾസ് ഫോം ചെയ്യും. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണാൻ പറ്റുന്നില്ലേ? അവിടെ നമ്മള് പുതിയ പോൾസ്. കേൾക്കുന്നില്ല, സൗണ്ട് കുറവാണ്. ഫർമിൻ ജോസ്, യെസ് സാർ. സൗണ്ട് എന്താ പ്രശ്നമുണ്ടോ? ഇല്ല സാർ, എനിക്കിവിടെ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ആരാധ്യ, കുഴപ്പമില്ലല്ലോ. ആരാധ്യ കുഴപ്പമില്ല, ക്ലിയർ ആണല്ലേ? എന്നാ അവരുടെ കുഴപ്പമായിരിക്കും, ചിലപ്പോൾ റേഞ്ചിന്റെ മറ്റോ പ്രോബ്ലം ആയിരിക്കും. ക്ലിയർ ആണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഇഫ് എ മാഗ്നറ്റ് ബ്രേക്സ്, ഒരു മാഗ്നറ്റ് മുറിയുമ്പോൾ അവിടെ എന്താ, ദ പീസസ് ബിക്കം ടു സ്മോൾ മാഗ്നറ്റ്. നമ്മൾ മുറിഞ്ഞുണ്ടാവുന്നത്, നമുക്കൊരിക്കലും ഒരു കാന്തത്തിന് ആ നോർത്ത് പോള് മാത്രമായിട്ട്, ഇല്ലെ സൗത്ത് പോളായിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു മാഗ്നറ്റ് എന്ന് പറയുന്നത് ഏകധ്രുവ കാന്തം ഒരിക്കലും സാധ്യമല്ല. എവരി മാഗ്നറ്റ് ഹാസ് ഡ്യുവൽ പോൾസ്. ഏത് കാന്തം എടുത്തു കഴിഞ്ഞാലും അതിന് 2 പോൾസ് ഉണ്ടാവും. ഇപ്പൊ ഒരു കാന്തം മുറിഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 ധ്രുവങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നോക്കിയേ, ഈ മാഗ്നറ്റ് എന്ന് പറയുന്നത് 2 പീസസ് ആയിട്ട് മുറിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് 1 2 3 4. നിങ്ങൾക്ക് കാണാൻ പറ്റും 2 സൗത്ത് പോളും ഉണ്ടാവും, 2 നോർത്ത് പോളും ഉണ്ടാവും. ഇനി ഇതേപോലെ നമ്മൾ ഒരു മാഗ്നറ്റിനെ 3ആക്കി മുറിച്ചു കഴിഞ്ഞാൽ ഓരോ പീസിനും 2 പോൾസ് ഉണ്ടാവും അല്ലെ? ഇപ്പോ 3 പീസസ് ആയിട്ട് മുറിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3 പീസസ് ആയിട്ട് മുറിക്കുകയാണ്. ഇഫ് എ മാഗ്നറ്റ് ഈസ് കട്ട് ലെങ്ത് വൈസ് ഇൻ ടു 3 പാർട്സ്, 3 പാർട്സ് ആയിട്ട് മുറിക്കുമ്പോൾ ഓരോ പാർട്ടിനും 2 പോൾസ് ഉണ്ടാവും. ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ഷുഡ് ബി 6. എന്താണ്, ഒരു ബാർ മാഗ്നറ്റ് 3 ഭാഗങ്ങളായി നെടുകെ മുറിക്കുകയാണെങ്കിൽ അതിനുണ്ടാവുന്ന പോൾസ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫിസിക്സിൽ പഠിച്ചാണ് ഫ്രിക്ഷൻ. വാട്ട് ടൈപ്പ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് കം ഇൻ ടു പ്ലേ വെൻ എ റൈസ് ഈസ് ഗ്രൈൻഡ് ഇൻ എ കിച്ചൺ ഗ്രൈൻഡർ? ഒരു ഗ്രൈൻഡറിൽ അരി അരക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലം അല്ലെ? ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, ഒരു സർഫസിന്റെ മുകളിൽ മറ്റൊരു സർഫസ് മൂവ് ചെയ്യുമ്പോൾ അതിനിടയിൽ അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം എന്നറിയപ്പെടുന്നത്. ആ ഘർഷണം എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് അല്ലെ? അതിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇവിടെ ഗ്രൈൻഡിങ് വീല്, നിങ്ങൾക്കറിയാം ഗ്രൈൻഡിങ് വീല് സ്ലൈഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്, റോൾ ചെയ്യുകയാണോ ചെയ്യുന്നത്? എന്താണ്, നിരങ്ങി നീങ്ങുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉരുളുകയാണോ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് ഗ്രൈൻഡിങ് വീല് ഉരുളുകയാണ് ചെയ്യുന്നത്, റോളയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും. റോളിംഗ് ഫ്രിക്ഷൻ, മാറിപ്പോകരുത്. ഗ്രൈൻഡിങ് വീല് റോളയാണ് ചെയ്യുന്നത് അല്ലെ? ഗ്രൈൻഡിങ് വീല് ഉരുണ്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉരുണ്ട് നീങ്ങുമ്പോൾ അതിന്റെ ഇടയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷൻ, ഉരുളൽ ഘർഷണം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഇയർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ലൈറ്റ് ഇയറിന് പകരം യൂസ് ചെയ്യുന്ന മറ്റൊരു യൂണിറ്റ് ആണ് പർസെക് എന്ന് വിളിക്കും. പെർ സെക്കൻഡ്. 1 പെർസെക് ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, 3.26 ലൈറ്റ് ഇയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എൻറ്ററിങ് ആൻഡ് ലീവിങ് എ ബാർ മാഗ്നറ്റ് ഓൾവേസ്. ഒരു ബാർ മാഗ്നറ്റ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അതിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും ഡാഷ് ആയിരിക്കും. നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാന്തിക ബലരേഖകളുടെ നോർമൽ കേസിൽ ഒരു മാഗ്നറ്റിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, സാധാരണഗതിയിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഇപ്പൊ നോർത്ത് പോളിൽ നിന്ന് ഒരു 2 മാഗ്നറ്റിക് ഫീൽഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ആ 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സൗത്തിൽ എത്തിച്ചേരും. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 - 2 0. ഇനി 10 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്തിച്ചേരുക 10 മാഗ്നറ്റിക് ഫീൽഡാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10 - 10 0. സെയിം വേ എത്ര എണ്ണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് സൗത്ത് പോളിൽ എത്തിച്ചേരും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 0. ഒരു ആക്സിലറേഷൻ, പ്രവേഗം ഇല്ല. നിങ്ങൾക്ക് ഇപ്പം പഠിക്കാം. ഇത് ഫോഴ്സ്, പ്രഷർ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. 43 എന്ന് പറയുന്നത്, a force of 100 Newton. A force of 100 Newton is applied normally on a tabletop of area 2 meters square. The pressure exerted on the tabletop is.
2 മീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു മേശയുടെ ഉപരിതലത്തിൽ 100 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു. ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്ര? വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. പ്രഷർ എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഫോഴ്സ് എക്സെർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ അല്ലെ. നമ്മൾ ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ പ്രഷർ അല്ലെ മർദ്ദം എന്ന് പറയാ. ഇപ്പൊ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. പ്രഷർ കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. സിമ്പിൾ ആയിട്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. ബലം ബൈ പരപ്പളവ്. ഇപ്പൊ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ. അപ്പൊ 100 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് 2 മീറ്റർ സ്ക്വയർ. അപ്പോൾ 100 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 2 മീറ്റർ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? 50 ന്യൂട്ടൺ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഈ -2 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പെർ എന്ന് പറയുന്നത് നമ്മൾ ചെരിഞ്ഞ വര ഇടൂലെ, അതിന് പകരമാണ് ഇവിടെ -2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ 50 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രഷർ ഈക്വൽ ടു എഫ് ബൈ എ ഇക്വേഷൻ ഫോഴ്സ് പെർ ഏരിയ. അപ്പോ ഇതിന്റെ പ്രഷറിന്റെ യൂണിറ്റ് പാസ്കലും കൂടെ പറയാം, ചിലപ്പോ പാസ്കലിനും കൂടെ വരും യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ നിലവിലില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, മാറ്റിൽ ചിലപ്പം വരും. ആവറേജ് സ്പീഡ് കാണേണ്ട ഇപ്പൊ നിലവിലില്ല, ആവറേജ് സ്പീഡൊക്കെ ഇപ്പൊ എടുത്തു മാറ്റി. നെക്സ്റ്റ് ദ ചെയർമാൻ ഓഫ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ. ദ ചെയർമാൻ ഓഫ് ഇന്ത്യയുടെ അണുശക്തി കമ്മീഷന്റെ ചെയർമാനാണ് ആര്? കറക്റ്റ് ആൻസർ പ്ലീസ്. ഹോമി ജഹാംഗീർ ബാബ. വെരി ഗുഡ്. ഓപ്ഷൻ 2 ഹോമി ജഹാംഗീർ ബാബ. ഹോമി ജഹാംഗീർ ബാബ. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഇല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫോർ ഗ്യാസ് സ്റ്റേറ്റ്? നല്ല ചോദ്യമാണ്. ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ വാതകാവസ്ഥയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. അതായത് നമ്മള് ഈ മോളിക്കുലാർ അറേഞ്ച്മെന്റ്, പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ഡയറക്റ്റ് ചോദ്യമാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോ പാർട്ടിക്കിൾസ് സോളിഡ്സിലും അതേപോലെ തന്നെ ലിക്വിഡ്സിലും ഗ്യാസസിലും പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന വ്യത്യസ്ത രീതികളായിട്ടാണ്. ഓൾറെഡി നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ കെമിസ്ട്രിയിൽ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന പാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന വ്യത്യസ്ത രീതികളിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കരുതുന്നു. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സോളിഡ്സ് നോക്കി കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ടുഗദർ അല്ലെ, വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി ലിക്വിഡ് ആണെങ്കിൽ കുറച്ച് അകന്നിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ. സോളിഡ്സിന്റെ അത്രയില്ല, എന്നാലും കുറച്ച് അകന്നിട്ട്. പക്ഷെ ഗ്യാസസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ആർ ഫാർ അവേ ഫ്രം വൺ അനദർ, ഒന്നിൽ നിന്ന് വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നു. ഇപ്പോ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. സോളിഡ്സിന് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇല്ല തന്മാത്രകൾക്കിടയിലുള്ള ബലം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇതിലായിരിക്കും, സോളിഡിലായിരിക്കും. ഇനി ലിക്വിഡിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? സോളിഡിനേക്കാളും കുറവായിരിക്കും, പക്ഷെ ഗ്യാസസിനേക്കാളും കൂടുതലായിരിക്കും. ഇനി ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ തന്മാത്രകൾക്കിടയിലുള്ള ആകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുക എവിടെയായിരിക്കും? ഗ്യാസസിലായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ചലന സ്വാതന്ത്ര്യം വളരെ കുറവായിരിക്കും. നമ്മളൊരു ബെഞ്ചുമില് ഒരു 6 ആളോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് ഗ്യാസസിലെ പോലെ ഒരു ബെഞ്ചിൽ 2 ആൾ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ നല്ലോണം ചലിക്കാനും മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ മൂവ്മെന്റ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് മിനിമം ഏതിലായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് മാക്സിമം എന്ന് പറയുന്നത് ഗ്യാസസിലായിരിക്കും. ചലന സ്വാതന്ത്ര്യം ഏറ്റവും കുറവ് സോളിഡിലും ഏറ്റവും കൂടുതൽ ഗ്യാസസിലായിരിക്കും. പിന്നെ സോളിഡിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് അതിനൊരു കൃത്യമായ ഷേപ്പ് നമുക്ക് ഉണ്ടാകാൻ പറ്റും. ലിക്വിഡ്സിൽ അകലുമ്പോൾ അതിന്റെ ഷേപ്പ് നഷ്ടപ്പെടുന്നു. ഗ്യാസസിനും എന്തില്ല? അതിന് കൃത്യമായ ഷേപ്പ് ഇല്ല അല്ലെ. സോളിഡ്സ്, ദ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ്സ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ലിമിറ്റഡ് and the attractive force between the particle is very high. അപ്പൊ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ഈ വാതകാവസ്ഥയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. 1, ഫസ്റ്റ് വൺ, ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആർ മാക്സിമം. അന്തർ തന്മാത്ര ബലങ്ങൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും. സെക്കൻഡ്, ഇന്റർമോളിക്കുലർ സ്പേസ് ഈസ് മാക്സിമം. അന്തർ തന്മാത്ര അവസ്ഥ അല്ല. അന്തർ തന്മാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്മാത്രകൾക്കിടയിലുള്ള
സ്ഥലം ഏറ്റവും കൂടുതൽ അത് ഗ്യാസ് ആയിരിക്കും. കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആയിരിക്കും. ഇനി തേർഡ് വൺ നോക്കാം. ഓപ്ഷൻ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. നിയതമായ ആകൃതിയും വ്യാപ്തവും ഉണ്ട്. കൃത്യമായ ആകൃതിയും വ്യാപ്തവും ഉള്ളത് ഏതിനായിരിക്കും? സോളിഡ് സ്റ്റേറ്റിനായിരിക്കും, ഖരാവസ്ഥയായിരിക്കും. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഹാവ് ഡെഫിനിറ്റ് വോളിയം ബട്ട് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്. നിയതമായ വ്യാപ്തം ഉണ്ട്, നിയതമായ ആകൃതിയില്ല. അത് ഏതായിരിക്കും? ലിക്വിഡ് ആയിരിക്കും, ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും സെയിം ലോജിക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാപ്പൻസ് വെൻ മേറ്റർ അബ്സോർബ് ഹീറ്റ്. ദ്രവ്യം താഴെ പറയും താപം ആഗിരണം ചെയ്യുമ്പോൾ താഴെ പറഞ്ഞ എന്തൊക്കെ സംഭവിക്കും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫസ്റ്റ് 4 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ 4 ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ ഒക്കെ വായിച്ചിട്ട് ബബിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല. താഴെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാപ്പൻസ് വെൻ മേറ്റർ അബ്സോർബ്സ് ഹീറ്റ്. ഒന്ന് ആൻസർ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ആൻസർ ഒന്ന് കമന്റ് ചെയ്യോ? അതായത് നമ്മൾ ഇപ്പോ ഐസ് ഉരുകുന്നതായിട്ട് ഒന്ന് സങ്കല്പിച്ചാൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാപ്പൻസ് വെൻ മേറ്റർ അബ്സോർബ്സ് ഹീറ്റ്. ഐസ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് ആയിട്ട് മാറും, ഇല്ലേ? അപ്പോ അതിന്റെ എനർജി ഓഫ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യണോ? എനർജി ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. കണികളുടെ ഊർജ്ജം കുറയല്ല ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് പാർട്ടിക്കിൾ, സെക്കൻഡ് ഓപ്ഷൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഇൻക്രീസസ്. കണികൾ തമ്മിൽ അകലം കൂടുന്നു. അത് കറക്റ്റ് ആണ്, സെക്കൻഡ് കറക്റ്റ് ആണ്. തേർഡ് വൺ, അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്. കണികൾ തമ്മിലുള്ള ആകർഷണം കൂടുന്നു. ആകർഷണം കൂടുകയല്ല ചെയ്യുക, കുറയാണ്. തേർഡ് വൺ തെറ്റാണ്. ഇനി മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ് ശരിയാണ്, കണികളുടെ ചലനം കൂടുന്നു. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയ ആൻസർ ഓപ്ഷൻസ് 2ഉം 4ഉം ആണ്. ഓപ്ഷൻ 2ഉം 4ഉം കറക്റ്റ് ആയിട്ടുള്ളത് ഫോർത്ത് വൺ, 4ാമത്താണ് കറക്റ്റ് ആയ ആൻസർ, ഫോർത്ത് വൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കത്തുന്ന വാതകം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്ന അതേ ടോപ്പിക് തന്നെയാണ്. ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ ആണ് ചോദിച്ചത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് വിൽ ഗിവ് എൻ ഇൻഫ്ലേമബിൾ ഗ്യാസ്. താഴെ പറയുന്നതിൽ ഏത് പ്രവർത്തനം നടക്കുമ്പോഴാണ് കത്തുന്ന വാതകം? നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കോപ്പർ വരില്ല. കോപ്പർ ഡൈല്യൂട്ട് ആസിഡുമായിട്ട് റിയാക്ഷൻ വളരെ കുറഞ്ഞ രീതിയിലാണ്. ഇതിൽ കറക്റ്റ് ആൻസർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന സിങ്കും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും. സിങ്കും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, the method of assigning symbols for elements was developed by. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന രീതി ആദ്യമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ നിങ്ങൾക്കറിയാം. ഓപ്ഷൻ 3 ബെർസിലിയസ്. ഓപ്ഷൻ 3 ബെർസിലിയസ് ആണ് കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ചോദ്യമാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. വീണ്ടും ഇതാ നമ്മുടെ നിറം അടിസ്ഥാനമാക്കി, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് വർഷം ചോദിക്കുന്നതാണ്. കളറിനെ അടിസ്ഥാനമാക്കി ചോദ്യം ഫോളോയിങ് elements the basis of naming their color. നിറം അടിസ്ഥാനമാക്കി നാമകരണം ചെയ്ത മൂലകങ്ങൾ ഏതായിരിക്കും? കറക്റ്റ് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? കമന്റ് ചെയ്യാൻ പറ്റുമോ? The elements basis naming of their color ഏതൊക്കെയാണ്? elements basis naming of their colors ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? elements on basis on the കളർ, നിറം അടിസ്ഥാനമാക്കി നാമകരണം ചെയ്ത മൂലകങ്ങൾ. നിറം അടിസ്ഥാനമാക്കി നാമകരണം ചെയ്ത മൂലകങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും? നിറം അടിസ്ഥാനമാക്കി നാമകരണം. ഓക്കെ, വെരി ഗുഡ്. കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. നിറം അടിസ്ഥാനമാക്കി. ഓക്കെ, ക്രോമിയോ ക്ലോറിൻ ആണ്. ക്രോമിയോ ക്ലോറിൻ കറക്റ്റ് ആൻസർ. ഇതല്ലാതെ നമുക്ക് ഒരുപാട് എലമെന്റ്സ് കാണാൻ പറ്റും. ഇൻഡിയം ഉണ്ട്, റുബീഡിയം ഉണ്ട്, റോഡിയം ഉണ്ട്, സി ഉണ്ട്. അങ്ങനെ ഒരുപാട് എലമെന്റ്സ് നിറം അടിസ്ഥാനമാക്കി നാമകരണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇല്ല. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന റീചാർജ് ചെയ്യാൻ കഴിയുന്ന സെല്ലുകൾ. താഴെ
അല്ലെ? റീചാർജ് ചെയ്യാൻ കഴിയുന്ന സെല്ലുകള് ഏതൊക്കെയാണ്? റീചാർജ് ചെയ്യാൻ കഴിയുന്ന സെല്ല് നിക്കൽ കാഡ്മിയം സെൽ, നമ്മൾ നേരത്തെ പറഞ്ഞ നിക്കൽ കാഡ്മിയം സെൽ. ഇതിൽ ഡ്രൈ സെൽ, ലെക്ലാൻഷി സെൽ, മെർക്കുറി സെൽ നോൺ റീചാർജബിൾ സെല്ലാണ്. ഓർത്ത് വെക്കുക, റീചാർജബിൾ സെൽ. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് എലമെന്റ്സ് ഹാവ് എ പോളി അറ്റോമിക് മോളിക്യൂൾസ്? താഴെ കൊടുത്തിരിക്കുന്ന ബഹു അറ്റോമിക തന്മാത്ര ജോഡി ഒക്കെ ഡയറക്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതാണ്. ബഹു അറ്റോമിക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലധികം ആറ്റംസ് ഒരുമിച്ച് കൂടി ചേർന്ന് കാണപ്പെടുന്നത്, അല്ലെ? ഏകാറ്റോമികോ, മോണോ അറ്റോമിക് മോളിക്യൂൾസ്, ഡൈ അറ്റോമിക് മോളിക്യൂൾസ്, ഡയാറ്റോമികോ, അതേപോലെ തന്നെ ബഹു അറ്റോമിക് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് കാണുന്നതാണ്. ബഹു അറ്റോമികത്തിന് എക്സാമ്പിൾ ഓപ്ഷൻ 4 P4ഉം S8ഉം, അല്ലെ? P എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫറസ്, S എന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫർ, S8. അത് കൂടാതെ അതിന് ബഹു അറ്റോമികത്തിന് വരുന്നതാണ് നമ്മുടെ ഈ O3 ഓസോൺ എന്ന് പറയും. അതേപോലെ തന്നെ സെലിനിയം, Sc, ഇതൊക്കെ ബഹു അറ്റോമികത്തിൽ വരുന്നതാണ്. ഓക്കെ, മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്. അതിന് എക്സാമ്പിൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് മോണോ അറ്റോമിക് ഇതൊക്കെ. അപ്പൊ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കണം. പോളി അറ്റോമിക്കും ഓക്കെ. ഒരാറ്റം മാത്രം മോണോ അറ്റോമിക്കിലെ ഏകാറ്റോമിക തന്മാത്രകൾക്ക് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 18th ഗ്രൂപ്പ് മൂലകങ്ങൾ, അല്ലെ? അലസവാതകങ്ങൾ, അല്ലെ? നോബിൾ ഗ്യാസ് എന്നറിയപ്പെടും. ഈ വാതകങ്ങളൊക്കെ എന്താണ്? മോണോ അറ്റോമിക് ആണ്. ഒരാറ്റം മാത്രം, മോളിക്യൂൾസ് വിത്ത് ഓൺലി വൺ ആറ്റം, ഒരാറ്റം മാത്രം കാണപ്പെടുന്നതുകൊണ്ട് മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കും. ഇനി രണ്ടാറ്റങ്ങൾ കാണപ്പെടുകയാണെങ്കിൽ അതിനെ ഡൈ അറ്റോമിക് മോളിക്യൂൾസ്. ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇതൊക്കെ ഡൈ അറ്റോമിക് ആണ്. ഇനി രണ്ടിലധികം ആറ്റങ്ങൾ കാണുന്നതുകൊണ്ട്, അതായത് ഫോസ്ഫറസ്, സൾഫർ, ഇതൊക്കെ P4 ആണ്. S8, ഇതൊക്കെ എന്താണ്? പോളി അറ്റോമിക് മോളിക്യൂൾസ് ആണ്. പോളി അറ്റോമിക് മോളിക്യൂൾസ്. ഓക്കെ. പിന്നെ ഈ സെലീനിയം, ഇതും പോളി അറ്റോമിക് മോളിക്യൂൾസ് ആണ്. മോണോ അറ്റോമിക് 18th ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ്. ഇനി ഡൈ അറ്റോമിക് എന്ന് പറയുന്നത് ഹൈഡ്രജൻ, കാണാൻ പറ്റും 15, 16, അതേപോലെ തന്നെ 19th ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ്. ഇപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ഹാസ് ദ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്? തന്നിരിക്കുന്നതിൽ ഏറ്റവും താഴ്ന്ന മെൽറ്റിംഗ് പോയിന്റ് ഉള്ള, ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മൾ സാധാരണ പറയും കൈവെള്ളയിൽ വെച്ച് കഴിഞ്ഞാൽ ഉരുകുന്ന മെറ്റൽ എന്നൊക്കെ പറയും, അല്ലെ? തന്നിരിക്കുന്നവയിൽ സാധാരണ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞാണ് ഗാലിയം. നോർമൽ ഗാലിയം, സീസിയം, മെർക്കുറി, ഇതൊക്കെ മെൽറ്റിംഗ് പോയിന്റ്, ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ആണ്. ഓർത്ത് വെക്കുക. ഓക്കെ. ആറ്റോമിക് ഷെല്ലില്ല പ്രൊപ്പൈൻ, തെറ്റായി തിരിച്ചറിയാം. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 58. ഇതില് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടഫ്ലോൺ എന്ന് പറയുന്നത് നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നറിയപ്പെടുന്ന റയോൺ ആർട്ടിഫിഷ്യൽ സിൽക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതില് തെറ്റായത് മെലാമിൻ എന്ന് പറയുന്ന, മെലാമിൻ ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. തെർമോപ്ലാസ്റ്റിക് അല്ല, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോപ്ലാസ്റ്റിക് എന്താണ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താണ് എന്ന് നന്നായിട്ട് പഠിക്കണേ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇത് ബയോളജി പാർട്ടാണ്. നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് പോവാം. ഫെർമിൻ ജോസ്, നമ്മുടെ ക്ലാസ് എത്ര മണി വരെയാണ്? സാധാരണ 8:30 വരെയാണ്. 8:30. ഓ, സാറിന് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം, കാരണം 3 സബ്ജക്റ്റ് ഇല്ലേ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ. കുറച്ച് സമയം കൂടെ പറയാം. അല്ല, കൂട്ടിയെടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നം, നെറ്റ് എല്ലാവർക്കും ഉണ്ടാവോ? ഡാറ്റ പ്രയാസം അനുഭവപ്പെടുമോ? ഡാറ്റ തീർന്നിട്ട് നമുക്ക് നോക്കാം, അല്ലെ? കുറച്ച് സമയം കൂടെ നോക്കാം, അല്ലെ? ഇത് നമ്മളെ മാറ്റിലും അതേപോലെ തന്നെ ഫിസിക്സിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കാർ ട്രാവൽസ് 8 kilometers towards east and then 6 kilometers towards north.
ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് കാർ. ഒരു കാറ് 8 കിലോമീറ്റർ കിഴക്കോട്ടും 6 കിലോമീറ്റർ വടക്കോട്ടും ഓടുന്നു. കാറിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയും. സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കാറിന്റെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഒരു നേർരേഖാ ദൂരം, ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ഥാനാന്തരം എന്ന് വിളിക്കുക. സ്ഥാനാന്തരം ഇല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ കാറിന്റെ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡയറക്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. നമ്മൾ 4 ഡയറക്ഷൻസ് അറിയാലോ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഡയറക്ഷൻ ബേസ്ഡ് ഒരു ചെറിയൊരു മാപ്പ് നിങ്ങൾ വരച്ചു നോക്കുക. ഇപ്പോൾ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്ന എ എന്നുള്ള പോയിന്റ് നിന്നാണെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തുന്നു. 8 കിലോമീറ്റർ കിഴക്കോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡയറക്ഷൻ കിഴക്കിലേക്ക് ഒരു 8 കിലോമീറ്റർ നമ്മൾ വരക്കുന്നു. ദെൻ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ വടക്കോട്ട്, അവിടുന്ന് നേരെ മുകളിലോട്ട് വടക്കോട്ടേക്ക് ഒരു 6 കിലോമീറ്റർ ഇവിടെ വരക്കുന്നു. അങ്ങനെയാണ് സ്ഥാനാന്തരം കാണാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു ട്രയാങ്കിൾ പോലെ ആയിരിക്കും. ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മട്ടത്രികോണായിരിക്കും അല്ലെ. മട്ടത്രികോണത്തിന്റെ 2 വശങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒന്ന് പാദവും ഒന്ന് ലംബവും അല്ലെ. ബേസും അതേപോലെ തന്നെ ഹൈറ്റും കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹൈപ്പോട്ടനസ് ആയിരിക്കും, കർണമായിരിക്കും. കർണം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും പൈത്തഗോറസ് തിയറം അല്ലെ. റൂട്ട് ഓഫ് കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. റൂട്ട് ഓഫ് 8 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 64. 64 പ്ലസ് റൂട്ട് ഓഫ് 6 സ്ക്വയർ എന്ന് വെച്ചാൽ 36. 64 പ്ലസ് 34 എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് 100. റൂട്ട് 100 എന്ന് വെച്ചാൽ 10 കിലോമീറ്റർ എന്നിട്ട്. ഓക്കെ, 10 കിലോമീറ്റർ. നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഡയഗ്രാം വരച്ച് നോക്കുക. ഒരു ഡയറക്ഷൻ ബേസ്ഡ് പ്രോബ്ലം ഏത് വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു ഡയറക്ഷൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എക്സലറേഷൻ കണ്ടില്ല. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ പ്രഷർ. നേരത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. പ്രഷർ കാണാൻ നേരത്തെ വന്നിരുന്നു. മർദ്ദം കാണാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നിരുന്നു. ഫൈൻഡ് ഔട്ട് ദ പ്രഷർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോഴ്സ് ഓഫ് 600 ന്യൂട്ടൺ ഓൺ എൻ ഏരിയ ഓഫ് 3 മീറ്റർ സ്ക്വയർ. 3 മീറ്റർ സ്ക്വയർ, അതായത് 600 ന്യൂട്ടൺ ബലമുള്ള 3 മീറ്റർ സ്ക്വയർ വിസ്തീർണത്തിൽ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന മർദ്ദം എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ. പ്രഷർ പി സമം എഫ് ബൈ എ, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറയുന്നത് 600 ആണ്, ഏരിയ എന്ന് പറയുന്നത് 3 മീറ്റർ സ്ക്വയർ. അപ്പൊ 600/3 എത്രന്ന് കിട്ടും? 200 പാസ്കൽ. അപ്പോ മർദ്ദത്തിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് പാസ്കൽ, അല്ലെ പി എ എന്ന് പറയും. പി എ, പാസ്കൽ. ഓർത്ത് വെക്കുക. സെയിം ടോപ്പിക് തന്നെ. പലതും നമ്മുടെ മോസ്റ്റ് ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെ. ക്വസ്റ്റ്യൻസിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു തോന്നുന്നു. അതായത് നിങ്ങൾ മാഗ്നറ്റൈസേഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. 8ാം ക്ലാസ്സിൽ ഒരു മാഗ്നറ്റിന്റെ അറ്റത്ത് നമ്മളൊരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, കാന്തിക വസ്തു വെക്കുമ്പോൾ അതൊരു കാന്തമായിട്ട് മാറും അല്ലെ. ഒരു കാന്തിക വസ്തുവിനെ നമുക്ക് 2 തരത്തിൽ കാന്തമായിട്ട് മാറ്റാം. ഒന്ന് ബൈ കോണ്ടാക്ട്, സമ്പർക്കം മുഖേനയും. രണ്ടാമത് ബൈ റബ്ബിങ്, ഉരസൽ മുഖേന. നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാഗ്നറ്റൈസേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് തന്നെ. നമ്മളൊരു മാഗ്നറ്റിന്റെ താഴെ നമ്മളൊരു ആണി വെക്കുമ്പോൾ, ഈ ആണി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, ഒരു കാന്തിക വസ്തുവാണ്. അതെന്തായിട്ട് മാറും? കാന്തമായിട്ട് മാറും. അപ്പൊ അതിന്റെ അടിയിൽ വേറൊരു ആണി വെക്കുമ്പോൾ വീണ്ടും അതൊരു കാന്തമായിട്ട് മാറും അല്ലെ. അതുകൊണ്ട് ആ കാന്തത്തിന് ഒരു ധ്രുവങ്ങൾ ഉണ്ടാവും, പോൾസ് ഉണ്ടാവും. അപ്പോൾ ഈ കാന്തത്തിനെ ഇത് അട്രാക്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ, നോർത്തിനെ അട്രാക്ട് ചെയ്ത് നിർത്തുന്ന ഈ ആണിയുടെ മുകൾ ഭാഗം ഏതായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. താഴത്തെ ഭാഗം ഏതായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് ഇതൊരു യു മാഗ്നറ്റ് ആണ്. Then 2 nails are hanging from the north pole and the south pole of a horseshoe magnet as shown in the figure. Identify the poles formed at the ends of P and Q. 2 മുട്ടുസൂചികൾ ഒരു യു ആകൃതിയുള്ള കാന്തത്തിന്റെ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും തൂങ്ങിക്കിടക്കുന്നു. ചിത്രം വിശകലനം ചെയ്ത് P, Q എന്നീ അഗ്രങ്ങൾ രൂപപ്പെടുന്ന ധ്രുവങ്ങൾ കണ്ടെത്തുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ നോർത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഭാഗം ഏതായിരിക്കും? സൗത്ത് ആയിരിക്കും അല്ലെ. നമുക്കറിയാം ഓപ്പോസിറ്റ് പോൾസ് ആണ് അട്രാക്ട് ചെയ്യുക. അപ്പൊ നോർത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഈ മുകൾ ഭാഗം സൗത്ത് ആയിരിക്കും. അതായത് ഈ മൊട്ടുസൂചിയുടെ ഒരു ഹെഡ് പൊസിഷൻ, മുകളിലുള്ള തടിച്ച ഭാഗം എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. താഴെയുള്ള കൂർത്ത ഭാഗം, ഷാർപ്പൺ എൻഡ് എന്തായിരിക്കും? പി എന്ന് പറയുന്നത് എന്തായിരിക്കും?
നോർത്ത് ആയിരിക്കും. അതേപോലെ ഈ സൗത്തിനെ അട്രാക്ട് ചെയ്യുന്ന മുകളിലത്തെ ഭാഗം നോർത്ത് ആയിരിക്കും, താഴത്തെ ഭാഗം എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. അപ്പൊ കറക്റ്റ് ആൻസർ വരിക പി നോർത്തും ക്യൂ എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. പി നോർത്തും ക്യൂ സൗത്തും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. when a body is positively charged by conduction, ഒരു വസ്തു സമ്പർക്കം മുഖേന പോസിറ്റീവ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ when a body is നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ ഒരു വസ്തു ചാർജ് ചെയ്യപ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് വസ്തുക്കൾ തമ്മിൽ പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ, ഉരസുമ്പോൾ അവിടെ ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ നടക്കും. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന വസ്തുവിന് നമുക്കറിയാം നെഗറ്റീവ് ചാർജും, ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തുവിന് എന്ത് ചാർജും ലഭിക്കും? പോസിറ്റീവ് ചാർജും ലഭിക്കും അല്ലെ? ഇലക്ട്രോണിന്റെ ചാർജൊക്കെ നമ്മൾ നേരത്തെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്റെ ബോഡി പോസിറ്റീവ്ലി ചാർജ്. അവിടെ ആരാണ് കൂടുതലായിട്ടുണ്ടാവുക? അവിടെ ഇലക്ട്രോണുകൾ എന്തായിരിക്കും? കുറവായിരിക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണുകളുടെ അഭാവം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരിക നിങ്ങൾക്ക്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് അല്ലേ, എക്സസ് ഓഫ് പ്രോട്ടോൺ ആയിരിക്കൂലേ? ഈ പ്രോട്ടോണുകൾ ഒരിക്കലും രണ്ട് വസ്തുക്കൾ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ പ്രോട്ടോണുകൾ കൈമാറ്റം സംഭവിക്കുന്നില്ല. അത് ഫിസിക്കലി ഇമ്പോസിബിൾ ആണ്. അവിടെ ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ മാത്രമേ നടക്കുള്ളൂ. സോ ഓപ്ഷൻ 3 എന്ന് പറയുന്നത് എന്താണ്? തെറ്റായ ആൻസർ ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടോൺ, ഇലക്ട്രോണുകളുടെ അഭാവം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ നിങ്ങൾ USS പഠിച്ചിരിക്കുന്ന 7ാം ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ അറിയാവുന്ന ഒരു ലോജിക് വെച്ചിട്ട് ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും സെയിം ആയിരിക്കും എന്ന് പറയുന്ന ലോജിക് വെച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ അതിനിടയിൽ ചെറിയൊരു ട്വിസ്റ്റ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ട്വിസ്റ്റ് എന്ന് പറയുന്നത്? ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ മിറർ ആൻഡ് ഇൻസിഡന്റ് റേ ഈസ് 40 ഡിഗ്രി, ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ്. നമ്മൾ ഒറ്റയടിക്ക് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ക്യാൻ യു കമന്റ് ഇറ്റ്? ഒന്ന് അതിന്റെ ആൻസർ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓക്കെ, ആൻസർ കമന്റ് ചെയ്യൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതിലേക്ക് കമന്റ് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത് കുറെ പേര് കമന്റ് ചെയ്യുന്ന ആൻസർ 40 ഡിഗ്രി എന്നാണ്. വളരെ കുറച്ച് പേര്, 1-2 പേര് 50 ഡിഗ്രി ചെയ്തു. ഇതിന്റെ ആൻസർ, കറക്റ്റ് ആൻസർ 50 ഡിഗ്രി ആണ്. ഇവിടെ 40 ഡിഗ്രി അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ല തന്നത്, മറിച്ച് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദ മിറർ ആൻഡ് ഇൻസിഡന്റ് റേ ആണ് 40 ഡിഗ്രി. ഒരു മിററിലേക്ക് പ്രകാശം, ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ ബിറ്റ്വീൻ മിറർ ആൻഡ് ഇൻസിഡന്റ് റേ ഈസ് 40 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലിന്, അതായത് 90 ഡിഗ്രിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ 50 ഡിഗ്രി. അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലെ പതനകോൺ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 50 ഡിഗ്രി, 50 ഡിഗ്രി ആയിരിക്കും അല്ലെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. 50 ഡിഗ്രി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ജിയോഗ്രാഫിക് നോർത്ത് പോൾ ഓഫ് ദി എർത്ത് ഈസ്, ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവത്തിനടുത്താണ് ഡാഷ്. ഇതൊക്കെ നമ്മളെ ഡയറക്റ്റ് ചോദ്യമാണ്. ഡയറക്റ്റ് ടെക്സ്റ്റിലുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. നമ്മള് ടെക്സ്റ്റില് മാഗ്നറ്റിസം ഇപ്പോഴും സ്ഥിരമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ അതായത് നമുക്കറിയാം എർത്ത് ആക്ട് ലൈക്ക് എ മാഗ്നറ്റ്. വില്യം ഗിൽബർട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റ് പോലെ, ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരു ബാർകാന്തം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ബാർകാന്താണ് നിങ്ങൾക്ക് ഇവിടെ എർത്തിന്റെ ഉള്ളിലായിട്ട് കാണാൻ കഴിയുന്നത്. ആ ബാർകാന്തത്തിന് 2 പോൾസ് ഉണ്ട്. ആ മുകളിലത്തെ ഭാഗം സൗത്ത് പോളും താഴത്തെ പോള് നോർത്ത് പോളും. ഇനി നമ്മൾ ഭൂമിശാസ്ത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ മുകളിലത്തെ ഭാഗം എന്താണ്? ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവം, ജിയോഗ്രാഫിക് നോർത്ത് പോളാണ്. താഴത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ജിയോഗ്രാഫിക് സൗത്ത് പോൾ, ഭൂമിശാസ്ത്രപരമായ ദക്ഷിണ ധ്രുവമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് എർത്ത് മാഗ്നറ്റിന്റെ, ഭൂകാന്തത്തിന്റെ സൗത്ത് ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവത്തിനടുത്തായിരിക്കും, ജിയോഗ്രാഫിക് നോർത്ത് പോളിനടുത്തായിരിക്കും. അതേപോലെ തന്നെ എർത്ത് മാഗ്നറ്റിന്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത് ജിയോഗ്രാഫിക് സൗത്ത് പോളിനടുത്താണ് അല്ലെ? ഇവിടെ പറയുന്നുണ്ട് the magnetic north pole of the earth is located at near the
geographic south pole and the magnetic south pole is near to geographic north pole. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. അപ്പൊ ഈ ആൻസറിന് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടും. ജിയോഗ്രാഫിക് നോർത്ത് പോൾ ഓഫ് ദി എർത്ത് ഈസ് നിയർ ടു, ഏതായിരിക്കും ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഞാനിവിടെ എല്ലാ ഹിന്റും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. The geographic north pole of the earth is near to, ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവത്തിന്റെ അടുത്താണ് ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം. ഓപ്ഷൻ ഉത്തര ധ്രുവത്തിനടുത്താണ് ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവാണ്. The geographic north pole is near to, the geographic north pole of the earth is near to മാഗ്നറ്റിക് സൗത്ത് പോൾ ഓഫ് ദി എർത്ത്, ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ്. ഇതാ നോക്കാം. The magnetic south pole of the earth is located near the geographic south pole. ഓക്കെ, നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നേരെ തലതിരിച്ചാണ് ചോദിച്ചത്. ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവത്തിനടുത്ത് ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം, മാഗ്നറ്റിക് സൗത്ത് പോൾ ഓഫ് ദി എർത്ത്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എനിവേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലെങ്ത്തിന്റെ യൂണിറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. താഴെ പറയുന്ന നീളത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഫെർമിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാം.